മലപ്പുറം വാഴക്കാട് ചാലിയാറിൽ 17 വയസ്സുകാരുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ പോലീസ് കസ്റ്റഡിയിൽ. കുടുംബത്തിന്റെ പരാതിയിൽ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ ചാലിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ ജംഷീർ കുടിഞ്ഞി നൽകും. ജംഷീർ, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കരാട്ടെ അധ്യാപകനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? രശ്മി, ഇന്ന് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് പുറത്തു കൊണ്ടുവരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അവർ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം, അതായത് ഈ കരാട്ടെ അധ്യാപകൻ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചില അബ്യൂസ് ചെയ്തു എന്നുള്ള കാര്യമാണ്. അതിൽ ഈ പെൺകുട്ടിക്ക് വളരെ വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. ഇത് ഈ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക്, കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കരാട്ടെ അധ്യാപകന്റെ ക്ലാസ്സിൽ മറ്റു കുട്ടികൾക്കടക്കം ഇത്തരത്തിലുള്ള അബ്യൂസിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇയാൾക്കെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു ഈ കുടുംബം ഉന്നയിച്ചിരുന്നത്. ഇതിലിപ്പോൾ ഈ കുടുംബം പരാതി നൽകിയിരുന്നില്ല. കാരണം ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഷോക്കിലായിരുന്നു അവർ. എന്നാൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇയാൾക്കെതിരെ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ അല്പം മുമ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മറ്റു നടപടികൾക്ക് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഗുരുതരമായ ആരോപണങ്ങൾ, ഇയാൾക്കെതിരെ നേരത്തെയും പോക്സോ കേസുകൾ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ പോക്സോ കേസിൽ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഈ കേസിൽ പരാതി ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അല്പം വൈകുന്നേരത്തോടു കൂടി കുടുംബം പരാതി നൽകിയതോടെയാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ശരി ജംഷീർ.